ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ കഴിക്കാം. ഞങ്ങളുടെ അടുത്ത് കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്നൊരു ഐറ്റമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതിനു വേണ്ടി ഒരു കപ്പ് മൈദ മീൻസ് ഇത് 125 ഗ്രാമിൻ്റെ ഒരു കപ്പാണ്. അതിലേക്ക് ഒരു മുട്ടയും ചേർക്കുക. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് 1/2 കപ്പ്. പക്ഷേ ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ഇൻഗ്രീഡിയൻസിലൊക്കെ 1 കപ്പ് പാലും ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഈ കൂട്ടിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2 പച്ചമുളക് ചേർക്കാം. 2 എന്നുള്ളത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അതിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. അതിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. അതിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും ചേർക്കുക. 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുക. ഞങ്ങൾ ഇത്ര നേരമായിട്ടും ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും അതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്ത് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്നിച്ചൊഴിക്കരുത്, കുറച്ച് ഒഴിച്ചൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അതിന് ശേഷം ഒരു തവ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ പുരട്ടിയതിന് ശേഷം 1 സ്പൂണ് മാവെടുത്ത് ഒഴിക്കുക. ഒരു 3 സെക്കൻഡിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കൂടുതൽ നേരം തവയിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങളുടെ പാൽ പൊറാത്ത ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മാവ് വളരെ ലൂസായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. കറക്റ്റ് ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഒരു കടായി എടുത്ത് അതിലൊഴിച്ച് ഒന്ന് ചുട്ടെടുത്താൽ ശരിക്കും കറക്റ്റ് എല്ലാ ദോശയും കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇങ്ങനെയും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.